മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ശാബ സ്കൂളിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് 12ാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത്. ഈ ക്വാർട്ടർ മുഴുവനും വൻ വിവാദം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഈ ദൈവത്തിൻ്റെ വചനത്തിലെ വെളിപ്പാട് പുസ്തകത്തിലെ ആധാരമാക്കി, ദാനിയേൽ പ്രവചനത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് ഭൂമിയിലെ അവസാന സംഭവങ്ങളെക്കുറിച്ചാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ആസന്ന ഭാവിയാണെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിൻ്റെ സമയങ്ങളായിക്കൊണ്ടിരിക്കുന്നു എന്ന് സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ആയിരിക്കുന്ന ഈ നാളുകളിൽ ഒരു ദൈവ പൈതലിന് വരുന്നതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും യഥാർത്ഥമായ ഒരു സത്യവിശ്വാസിക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി അവിടുത്തെ ഭാവത്തിലും അവിടുത്തെ വചനത്തിലും ഉറച്ചു നിൽക്കുന്നതായ ഒരു ദൈവ പൈതലിന് നേരിടാമായിരിക്കുന്ന ആ അനുഭവങ്ങൾ, വിഷമങ്ങൾ, പീഡകൾ ഒക്കെ ഈ അവസാന സംഭവങ്ങളുടെ കൂട്ടത്തിലുള്ളതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ ആധാരവാക്യം, നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്രേ വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും അങ്ങനെ തന്നെ. സദൃശവാക്യം 23:23. ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാന നാളുകളിൽ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രവചനവും പ്രവാചകവാക്യവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ സത്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സാത്താൻ കൊണ്ടുവരുന്ന സംഘട്ടനത്തിലൂടെ നമ്മെ വലിച്ചു കൊണ്ടുപോകുമ്പം നമ്മെ സ്വർഗഭവനത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ക്രിസ്തു നമുക്ക് പുതിയ ശക്തി നൽകി തരുമെന്നുള്ള വാഗ്ദാനത്തെക്കുറിച്ചും കൂടിയാണ് നാം പഠിക്കുന്നത്. അവസാന നാളുകളിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പല പ്രകാരത്തിലും ദൈവവചനത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം തന്ത്രപ്രധാനമായിട്ട് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഷ്പ്രചരണങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിവളച്ച് പഠിപ്പിക്കുന്നതുമെല്ലാം സാത്താൻ്റെ തന്ത്രങ്ങളിൽ പെട്ടതാണെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ മുന്നറിയിപ്പ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലനൊക്കെ പത്രോസ് അപ്പോസ്തലനൊക്കെ വളരെ ശക്തമായിട്ട് അവരുടെ ലേഖനങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന് ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ അത്യന്ത ശക്തി പകരുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞായറാഴ്ചത്തെ പാഠം നമുക്ക് നോക്കാം. ദൈവത്തോടും അവിടുത്തെ വചനത്തോടുമുള്ള നമ്മുടെ വിശ്വസ്തതയാണ് ഈ അന്തിമ സംഭവങ്ങളിൽ, ഈ അവസാന സംഭവങ്ങളിൽ നമുക്ക് ബലം പകരുന്നത്. അവിശ്വസ്തത ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നതല്ല. വിശ്വസ്തരായ ജനങ്ങളെ ഒരിക്കലും കർത്താവ് കൈവിടുകയുമില്ല എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 17-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം സത്യമാകുന്നു. ഈ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന കൂടിയാണിത്. അപ്പോൾ സത്യം അറിയുക, സത്യത്താൽ നാം സ്വാതന്ത്ര്യം പ്രാപിക്കുക. ദൈവത്തിൻ്റെ വചനം നാം അറിയുമ്പോഴാണ് നമുക്ക് സമാധാനമുള്ളൊരു ജീവിതത്തിന് ഉടമയാകുവാൻ തക്കവണ്ണം കഴിയുന്നത്. യുഗങ്ങളായിട്ട് ഈ പിശാചും ദൈവപുത്രനുമായിട്ടുള്ളതായ ഈ പോരാട്ടം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കള്ളം പറയുന്നവൻ്റെ അപ്പനാണ് പിശാച് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ സത്യത്തെയും അതിനെ മറിച്ചു കളയുവാൻ തക്കവണ്ണമുള്ളതായ, പഴുതുകൾ അടയ്ക്കുവാൻ തക്കവണ്ണമുള്ളതായ ആലോചന കഴിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ തന്ത്രപ്രധാനമായിട്ടാണ് വചനം നമുക്ക് ആ വചനത്തെ കോട്ടിവളച്ചുള്ള പഠിപ്പിക്കലുകൾ നാം കേൾക്കുവാനിടയാകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി വെളിപ്പെടണമെങ്കിൽ അവിടുത്തെ വചനം നമ്മുടെ കാലിന് ദീപമായി, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി നാം എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനം
വചനം വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുന്നതായ ഏറ്റെടുക്കുന്നതായ വ്യക്തികൾ അല്പബുദ്ധികളാണെങ്കിൽ അവർ ജ്ഞാനിയായിത്തീരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാരമെല്ലാം സത്യമാണ്. ആ സത്യമായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് തരുന്നതായ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അന്ധകാര യുഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് നാം പഠിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനോ കൊണ്ടു നടക്കുവാനോ അധികാരമില്ലാത്ത സാധാരണക്കാർ മറ്റുള്ളവർ പറയുന്നത്, അതായത് പുരോഹിതവർഗം പറയുന്നത് മാത്രം കേട്ട കെട്ടുകഥകളെ ആധാരമാക്കി അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞതായ 1260 വർഷത്തിൻ്റെ ചരിത്രം നാം പഠിക്കുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് ഇന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. നമുക്ക് യഥേഷ്ടം അത് വായിച്ച് ആ സത്യങ്ങൾ മനസ്സിലാക്കി ആ സത്യത്തിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമ്മൾ ദിനം പ്രതി വിശ്വസ്തയോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് ദുർദിവസത്തിൽ നമുക്ക് ശക്തമായി നിൽക്കണമെങ്കിൽ, ഈ അന്ത്യകാല സംഭവങ്ങളിൽ നാം വിശ്വസ്തരായി നിൽക്കണമെങ്കിൽ, മരണഭയം കൂടാതെ നാം ജീവിക്കണമെങ്കിൽ, മരണഭയമെന്ന് പറയുന്നത് ദേഹത്തെയും ദേഹിയെയും കൊല്ലുന്നതായ ഒരു കർമ്മമാണ്. അത് രണ്ടാം മരണമാണ്, അത് ദൈവമാണ്. അപ്പോൾ ആ മരണഭയം, ഒന്നാം മരണത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, രണ്ടാം മരണത്തെ നാം ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ഒന്നാം മരണത്തിൽ നമ്മൾ ദേഹം നശിച്ചാലും നമ്മളുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് നാം വീണ്ടും പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യരെ തടയാൻ സാത്താൻ സാധ്യമായ എല്ലാ ഉപാധികളും പ്രയോഗിക്കും. കാരണം സാത്താൻ്റെ വഞ്ചനകളെ വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മാത്രമേ സാത്താൻ്റെ വഞ്ചനകളെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സാത്താൻ ഇന്നത്തെ യുവതലമുറയെ മൊബൈൽ കൊടുത്ത് വഞ്ചിച്ചിരിക്കുക. കാരണം കൂടുതൽ സമയം അവരെന്തല്ലാണ് മൊബൈലിൽ ആകൃഷ്ടരായി ദൈവവചനം വായിക്കുവാൻ സമയം എടുക്കുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ സാത്താൻ ഓരോ കാലഘട്ടത്തിലെ ജനങ്ങളെയും വഞ്ചിക്കുവാനുള്ള തത്രപ്പാടിലാണ്. എന്നാൽ ഒരു വിശ്വസ്തതയുള്ള ദൈവത്തിൻ്റെ ജനം അവിടുത്തെ വചനത്തിലൂടെ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ആത്മശക്തിക്കായി ആ വചനത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. തിങ്കളാഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പഠിക്കുകയാണ്. അല്ലെ, സ്വർഗത്തിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നു. നമുക്കറിയാം, ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നയോളം ആരാധനയെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അവിടെയാണ് പ്രതിസന്ധികളൊക്കെയും വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആരാധനയെക്കുറിച്ചുള്ളതായിരുന്നു വിഷയം. ഹാബേലിൻ്റെ ആരാധന ദൈവം സ്വീകരിക്കുകയും കയ്യീൻ്റെ ആരാധന ദൈവം നിരസിക്കുകയും ചെയ്തു. അവിടെ സംഘടന ഉണ്ടാകുവാൻ അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ ആരാധനയാണ് കാരണമായി. സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുവാൻ ആരാധനയാണ് കാരണമായി തീർന്നത്. എന്നാൽ കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ ഒന്നാം വരവിൽ കർത്താവിനെ ചൊല്ലിയായിരുന്നു അന്നത്തെ വലിയ നേതാക്കന്മാരുടെ ഇടയിൽ, പുരോഹിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായത്. അവസാന നാളിൽ ആരാധനയെ ചൊല്ലിയുള്ളതായ തർക്കം കൂടുതൽ വഷളായി വരും എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ സ്വർഗത്തിന് വേണ്ടി മുദ്രയിടപ്പെട്ടവർ സത്യ ആരാധനയെ അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തങ്ങളെ സമർപ്പിക്കും. ഇവിടെ നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ കർത്താവ് തൻ്റെ സ്വന്തം കൈവിരലുകൾ കൊണ്ടെഴുതിയ 10 കൽപ്പനയിൽ ഏറ്റവും മധ്യഭാഗത്തായി 4-ാം കൽപ്പനയിൽ അവിടുന്ന് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആധികാരികമായ ഒരു മുദ്ര, ആ മുദ്ര ഇട്ടിരിക്കുന്നുവെന്ന്, സ്വർഗത്തിന് വേണ്ടി മുദ്ര ഇട്ടവരെന്ന് പറയുമ്പം ആധികാരികമായി ഉള്ള ഒരു മുദ്രയിലുള്ള 3 ഭാഗങ്ങൾ 10 കൽപ്പനയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, മുദ്രയുടെ ഉടമ, ആ പേര്, മുദ്രയുടെ ഉടമ ആരാണെന്നും മുദ്രയുടെ പ്രദേശം ഏതാണെന്നും അതിൻ്റെ പദവി എന്താണെന്നും ഒരു മുദ്രയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. ഏതൊരു മുദ്രയിലും ഈ 3 കാര്യം നമുക്ക്
മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ ഈ മൂന്ന് കാര്യവും 10 കൽപ്പനയിലെ 4-ാം കൽപ്പനയായ വിശുദ്ധ ശബദ കൽപ്പനയിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം അതിനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് വളരെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്താണ്? ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിച്ചതായ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ആ കൽപ്പന ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ശബദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബദാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കൾക്ക് പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് കൊണ്ട് യഹോവ ശബദനാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ ഈ മുദ്രയുടെ 3 ഭാഗങ്ങൾ നാം കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ സൃഷ്ടിതാവെന്നുള്ളതായ ആ പദവിയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. സൃഷ്ടിച്ച പ്രദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആകാശം, ഭൂമി, സമുദ്രം അവയിലുള്ളതൊക്കെയും, അവിടുത്തെ പദവി സൃഷ്ടിതാവ് യഹോവ എന്ന നാമം ഉള്ളവൻ അരുളി ചെയ്യുകയാണ്. ഈ 3 കാര്യങ്ങളും അവിടുത്തെ ആ സൃഷ്ടിതാവ്, അവിടുത്തെ പ്രദേശം, ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാന നാളിൽ ജീവിച്ചിരിക്കുന്ന ജനം വീണ്ടും സൃഷ്ടിതാവിങ്കലേക്ക് വരുവാൻ തക്കവണ്ണം 3-ാം ദൂതനിലെ 1-ാം ദൂതൻ്റെ ആജ്ഞ നമുക്കുണ്ടാകുന്നത്. ആ ആജ്ഞപ്രകാരമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അത് ഏറ്റെടുക്കുന്നവർക്കാണ് മുദ്ര കിട്ടുവാൻ തക്കവണ്ണം പോകുന്നതെന്ന്. അത് മുദ്ര ഏറ്റവർ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, വിശുദ്ധ അടയാളം സ്വീകരിക്കുന്നവരെ വിശുദ്ധരായിട്ട് രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ആ അടയാളം ഇടുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മൃഗത്തിൻ്റെ അടയാളമുണ്ട്. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു അടയാളം ഇടുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഈ അടയാളം ഇടുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പം 13-ാം അധ്യായത്തിലെ അടയാളം മൃഗത്തിൻ്റെ അടയാളമാണെന്ന് പറയുന്നു. 7-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മുദ്രയേറ്റവരെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം ദൈവത്തിൻ്റെ മുദ്ര നെറ്റിമേലാണ് സ്ഥാപിക്കുന്നത്. നെറ്റി എന്തിനെ പ്രതിനിധീകരിക്കുകയാണ്? നമ്മളുടെ ചിന്തകളെ, ബുദ്ധിയെ, ആലോചനകളെ എല്ലാം സംശീകരിക്കുന്ന ഭാഗം നെറ്റി, നമ്മുടെ ചിന്തകളുടെ ഉറവിടം എന്ന് നമുക്ക് വ്യക്തമാക്കുകയാണ്. എന്നാൽ നെറ്റിമേലോ കൈമേലോ എന്ന് പറയുമ്പോഴെന്താണ്? അവർ മനഃപൂർവ്വം അതെന്ത് ചെയ്യാണ്? ബുദ്ധിയിൽ ഏറ്റെടുത്ത് കൈകൊണ്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുന്ന ഒരനുഭവമാണ്. അപ്പം നെറ്റിമേൽ മുദ്രയേറ്റവർ വിശുദ്ധന്മാരായിട്ട് വേർതിരിക്കുമ്പോൾ കൈമേലോ നെറ്റിമേലോ മുദ്രയേറ്റവർക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നവരെ പിശാച് എപ്പോഴും വെറുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്കാണ് രക്ഷയും രക്ഷിതാവും ഉള്ളതെന്ന് നാം മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഇനി അവസാന നാളിലെ സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാം ആരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത്. നാം ആരെയാണ് ആരാധിക്കേണ്ടതെന്നുള്ളതായ ചോദ്യം. ഈ നാളുകളിൽ ഈ ആരാധനയെ ചൊല്ലി നാടകീയമായിട്ട് തന്നെ നമുക്ക് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വേദപുസ്തകം പറയുന്നത് ആകാശവും ഭൂമിയും നീരുറവകളും ഉണ്ടാക്കിയവനെ ആരാധിക്കുവാൻ തക്കവണ്ണം പറയുകയാണ്. അതുകൊണ്ട് ആകാശവും ഭൂമിയും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കാതിരിക്കുവാൻ തക്കവണ്ണം മറ്റൊരാരാധനയെ കൊണ്ടുവരുന്നതായ സാത്താൻ്റെ ഒരു തന്ത്രമാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് നാം പഠിക്കുന്നത്. സൃഷ്ടിയെ ആരാധിക്കുവാൻ അവർ പറയുകയാണ്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ബഹുമാനിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതായ ഒരു കാര്യം. സൃഷ്ടിയുടെ സ്മാരകമായ ശബദിന് പകരം സൃഷ്ടിതാവിനെ ആരാധിക്കേണ്ടുന്നതിന് പകരം ഒരു സൃഷ്ടിയുടെ ആരാധന ദിവസമായ, അതായത് സൂര്യൻ്റെ ആരാധന ദിവസത്തെ ആരാധന ദിവസമായി പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരനുഭവമാണ് ഈ അവസാന നാളുകളിൽ നാം
കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ലോകം പെട്ടെന്ന് നാടകീയമായിട്ടൊരു നിയമത്തിന് വഴിപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മുന്നോടി നമ്മൾ കോവിഡ് കാലത്ത് കാണുകയുണ്ടായി. എത്ര പെട്ടെന്നാണ് ലോകം മാറി മറഞ്ഞത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എത്ര പെട്ടെന്നാണ് അത് വ്യാപിച്ച് ലോകം മുഴുവനും അത് ആ കോവിഡ് വൈറസ് ബാധിച്ചു എന്ന് പറഞ്ഞ് എന്തുമാത്രം മനുഷ്യർ ഭയന്ന് മരിച്ചതായിട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ, ഒരസ്ഥിരതയിലേക്ക് കൊണ്ടുപോകുവാൻ ഈ സാത്താൻ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ ഈ ആരാധനയെ ചൊല്ലിയുള്ളതായ തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് അത് അവർ സ്ഥാപിക്കും എന്ന് നാം മനസ്സിലാക്കി, ആ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും വിശുദ്ധമായി ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക് സാമ്പത്തിക ശിക്ഷകളും മരണഭീഷണിയും നേരിടേണ്ടി വരും എന്നും, മാനവികത എല്ലായ്പ്പോഴും അഴിമതിയും അധികാരമോഹവും അക്രമാസക്തവുമായി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടു ഇരിക്കുന്നുവെന്ന് ഈ അവസാന നാളിൽ നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അന്ത്യകാല പീഡനം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിട്ട് നമുക്കൊരു ദൈവ പൈതലിന് തോന്നത്തില്ല. കാരണം കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ രക്തസാക്ഷികളായി പീഡനത്തിലൂടെ കടന്നുപോയി അവരുടെ അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ദൈവ പൈതലിന് ആ ഒരു പീഡാനുഭവത്തെ ചൊല്ലി ഭയപ്പെട്ടിട്ട് മറ്റൊരു ആരാധനയിലേക്ക് മടങ്ങിപ്പോകേണ്ടതായ ആവശ്യമില്ല. എന്നാൽ സംഭവിക്കാൻ പോകുന്നത്, ഈ ദൈവത്തിൻ്റെ വിശ്വസ്തരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ഈ അക്രമ ഭീഷണി അഴിച്ചു വിട്ടിട്ട് ഈ അല്പകാല ജീവിതത്തിന് വേണ്ടി ദൈവജനമെന്ന് അഭിമാനിച്ചിരുന്നവർ, ഇത്രകാലം നമ്മുടെ കൂടെ ആയിരുന്നവർ, അവർ പെട്ടെന്ന് മറുപക്ഷം ചേരുകയും നമ്മെ ന്യായാധിപന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർ തന്നെ നമുക്കെതിരായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭവനം തന്നെ ഒരു ഭീഷണിയായിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് ഈ നാം ആരെയാണ് ആരാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ജാഗ്രതയുള്ളവരായിരിക്കുക. നമ്മുടെ സൃഷ്ടിതാവ്, നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ രക്തം തന്നവൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ, അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരായി ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാലങ്ങളിൽ മറ്റൊരു അവസാന നാളിൽ മറ്റൊരു സംഭവം ഉണ്ടാകുവാൻ പോവുകയാണ്. ഈ മുൻമഴയും പിന്മഴയും തമ്മിലുള്ളതായ ഒരു കാര്യം. മുൻമഴ എന്താണ്? പിന്മഴ എന്താണ്? മുൻമഴയെക്കുറിച്ച് യോവേൽ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. ആ മുൻമഴ അപ്പോസ്തലന്മാരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ പെയ്യുകയുണ്ടായി. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 40-ാം ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അത് കഴിഞ്ഞ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കൂടിയിരിക്കുവാൻ ആവശ്യപ്പെട്ടതുപോലെ അവർ മാളിക മുറിയിൽ കൂടിയിരുന്ന് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ പകർന്നു. അവരെ 16 ഭാഷകളിൽ അവരവർക്ക് മനസ്സിലാകുന്നത് പോലെ ഈ ഗലീല പുരുഷന്മാർ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നവരായി അവരുടെ ജീവിതങ്ങളെ വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അന്ന് പ്രാപിക്കുകയും കേട്ടവരെല്ലാം അവരവരുടെ സ്ഥലത്ത് പോയി സുവിശേഷീകരിക്കുകയും ചെയ്യുകയുണ്ടായി. സുവിശേഷം വ്യാപരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്മഴ, വിളവ് ഇറക്കുവാനും വിളവെടുക്കുവാനുമുള്ളതായ 2 മഴകളാണ് യഹൂദ നാട്ടിലെ 2 മഴകളാണ് മുൻമഴയും പിന്മഴയും. മുൻമഴ പെയ്തു കഴിഞ്ഞു, ഇനിയും പിന്മഴയുടെ ആവശ്യമാണ്. കൊയ്ത്ത് വളരെയുണ്ട്. കൊയ്യുവാൻ പാടങ്ങൾ വിളഞ്ഞു കിടക്കുന്നു, ഇപ്പോഴേ പാടശേഖരങ്ങൾ വിളഞ്ഞു കിടക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആത്മാക്കളുടെ കൂട്ടിച്ചേർക്കലിന് വേണ്ടി ദൈവിക സത്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരമപ്രധാനമായ കർത്താവിൻ്റെ 2ാം വരവും വിശുദ്ധീകരിക്കുന്നവരുടെ അടയാളവും എല്ലാം പഠിച്ച് കടന്നു വരുന്ന ഒരു ജനത്തിനു വേണ്ടി ഈ പിന്മഴ ആവശ്യമാണ്. ആ വിളവെടുക്കുന്നതിന് വേണ്ടി പിന്മഴ ആവശ്യമാണ്. ആ മഴയ്ക്ക് വേണ്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സഖറിയ പ്രവാചകൻ പറയുന്നത് ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നാം യാചിക്കണം. അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കാത്തിരിക്കണം. ഈ മഴ നമ്മുടെ മേൽ പെയ്യാതെ നമുക്ക് ആത്മനേട്ടം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ മഴയെ മഴയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ് ഈ നാളുകളിൽ. പരിശുദ്ധാത്മ അഭിഷേകം വളരെ വിലപിടിപ്പുള്ള വിത്തുമണികളെ കിളുക്കുവാനും വളരുവാനും ഇടയാക്കിയതുപോലെ അവസാന കൊയ്ത്തിനു വേണ്ടി അത് പാകമാകുവാൻ ഈ പിന്മഴയുടെ അനുഭവം നാം പ്രാപിക്കണം. അപ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പരമമായ സത്യത്തിൽ നിലനിൽക്കുവാൻ വചനം പഠിക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ അതിരറ്റ അഭിഷേകം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അത് അവസാന നാളിൽ. എന്നാൽ ഇന്ന് നാം കാണുന്നതായ പരിശുദ്ധാത്മാഭിഷേകം എന്ന വ്യാജേന ദേശത്ത് നടക്കുന്നതായ അനവധി കാര്യങ്ങളെ തിരിച്ചറിയുവാനും വചനം നമുക്ക് നൽകി തന്നിരിക്കുന്നു. അത്യുച്ചത്തിലുള്ള ഒരു നിലവിളി, അതെന്താണെന്ന് അവസാന നാളുകളിൽ അത്യുച്ചത്തിലുള്ള ഒരു നിലവിളി ഉണ്ടാകും, ആ സംഭവം ഉണ്ടാകുമെന്ന് വെളിപാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ട ദർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെ തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച് ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും വ്യാപാരികൾ അവളുടെ വിളപ്പിനാൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. പിന്നെ ഒരു ശബ്ദം പറയുന്നത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളുടെ ബാധകളിൽ നിന്ന് ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ എന്ന് പറയുകയാണ്. അതിൻ്റെ 14-ാം വാക്യം പറയുന്നത്, അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു, നീ കൊതിച്ച കായ്ക്കനികളും നിന്നെ വിട്ടുപോയി, സാധും ശോഭയുള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി, നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഇവിടെ നമ്മൾ മഹതിയാം ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ച് ദർശിച്ചതായ പ്രവാചകനും ആ ലോകരാജ്യങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിൽ മരണത്തിൽ നരകത്തിൻ്റെ അധികാരികൾക്ക് ആധിപത്യങ്ങൾക്ക് മേൽ വിജയം നേടിയ ജീവനുള്ള ദൈവത്തിൻ്റെ അധികാരത്തോട് മുന്നോട്ട് പോകുന്ന ദൈവത്തിൻ്റെ സഭ ദൈവമഹത്വത്താൽ ഭൂമിയെ പ്രകാശപൂർണമാക്കിക്കൊള്ളും. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ശിഷ്യന്മാർ അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തോട് സുവിശേഷിച്ചതുപോലെ അവസാന നാളിൽ ദൈവത്തിൻ്റെ സഭ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ ലോകത്തോട് കർത്താവിൻ്റെ 2ാം വരവും ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വലിയ ഒരു വേല ചെയ്യും. അപ്പോൾ ഈ ദൈവദാസന്മാർ മുഖേന സ്വർഗത്തിലെ സന്ദേശങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ അത്ഭുതം നടക്കും. അനേകരെന്ത് ചെയ്യും? ഈ തങ്ങൾ ആരാധിക്കുന്നതായ ഈ മഹതിയാം ബാബിലോൺ എന്ന് പറയുന്നതായ ദുർഭൂതങ്ങളുടെ പാർപ്പിടമായ ഈ വ്യാജ സഭയിൽ നിന്ന് അവർ വിട്ടുപോരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെയാണ് പിന്നെ ഒരു കരച്ചിൽ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവാഹത്തെയും പിന്നീടുള്ള പിന്മഴയെയും അത്യുച്ചത്തിലുള്ള നിലവിളിയെയും തടഞ്ഞു നിർത്തുന്നത് എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വിശ്വാസക്കുറവ് മൂലം ഉണ്ടായിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളാണ് എന്ന് നാം പഠിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത മർമ്മങ്ങൾ മറനീക്കി നമുക്ക് നൽകപ്പെടുമ്പോൾ എന്തിനാ നാം ഇത് പഠിക്കുന്നത്, ഇത് തന്നെയല്ലേ പഠിക്കുന്നത് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന നമ്മുടെ സഭയിൽ തന്നെയുള്ളതായ വിശ്വാസികൾ നാം ഇത് കൂടെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളിത് മനസ്സിലാക്കി നമ്മുടെ മുൻപിൽ കപട നാടകങ്ങളുമായി വരുന്ന സാത്താൻ്റെ ദുരുപദേശങ്ങളെയും വഞ്ചനയെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസ്തതയുള്ള മക്കളായി ജീവപര്യന്തം നിൽക്കുവാൻ അവരെ ഉറപ്പുള്ളവരാക്കുവാനാണ് നമുക്ക് ഈ വചനങ്ങൾ ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് സാത്താൻ്റെ കപടതകളെ, ആത്മീയ ലോകത്ത് നടക്കുന്ന കള്ള കച്ചവടങ്ങളെ ഒക്കെ നാം തിരിച്ചറിയണം.
പുതിയ പുതിയ വേർഷൻസിലാണ് പരിശുദ്ധാത്മാവെന്ന വ്യാജേന ഇന്ന് സഭകളിൽ എന്തെല്ലാം നടക്കും, കൊള്ളരുതാഴികൾ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഏറ്റവും പ്രകടമായ ഒരനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിൽ സ്നേഹമുണ്ടാക്കുക, സ്നേഹമുള്ളവരായി തീരുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരും. നമ്മൾക്ക് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് പകർന്നു തരുമ്പോൾ നമ്മൾ മനോവിനയമുള്ളവരായിത്തീരും, നാം സമാധാനമുള്ളവരായിത്തീരും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നാം എത്ര പ്രസംഗിച്ചിട്ടും പഠിച്ചിട്ടും ഒരു കാര്യമില്ല. യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ഈ ഗുണഗണങ്ങൾ നമ്മിൽ കൂടെ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി വിളങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ വളരെ വ്യക്തമാക്കി തരും. ആ മറഞ്ഞിരിക്കുന്ന വചനങ്ങളെ പിശാചിൻ്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുവാൻ ശക്തമായി നമുക്ക് ദൂതായിട്ട് വന്നു ചേരും. അതുകൊണ്ട് ഈ നാളുകളിൽ വിശ്വസ്തതയുള്ള ഒരു ജനത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ കണ്ണിൽ നാം ഓരോരുത്തരും വിശ്വസ്തതയുള്ളവരായി തീരുവാൻ ഈ പാഠപഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുള്ള ധ്യാനവും കർത്താവിനോടുള്ള ഭക്തിയിലുള്ള നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും ദൈവസ്നേഹത്തിൽ വേരൂന്നിയുള്ളതായ ഒരു ജീവിതത്തിന് ഉടമകളാകുവാനും അന്ത്യകാലത്തെ സകല സംഭവഗതികളും സാത്താൻ കൊണ്ടുവരുന്ന ശോധനകളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ ആവസിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഓരോ പാഠങ്ങളും നമ്മെ അതിന് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പാഠങ്ങളൊക്കെ നമ്മുടെ ആത്മാവിൻ്റെ നേട്ടത്തിനും മറ്റുള്ള ആത്മനേട്ടത്തിന് വേണ്ടി നമ്മെ സാക്ഷികളാക്കുവാനും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല പകൽക്കാലത്തിലേക്ക് ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എത്രയോ പേർക്ക് ലഭിക്കാത്ത മഹാസന്തോഷം അവിടുത്തെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഏകാഗ്രതയുള്ളതും വിശാലവുമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള വചനം എഴുതുവാൻ പാകമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകി അവിടുത്തെ പരിശുദ്ധാത്മാവ് കുടിയിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആലയമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരുന്ന പ്രതിസന്ധികൾ, സാത്താൻ കൊണ്ടുവരുന്ന ശോധനകൾ അടിപതറാതെ ഇരിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ബലപ്പെടുത്തി നിലനിർത്തണമേ. ഓരോ വിശ്വാസിയും ബലപ്പെട്ടിരിക്കുവാൻ തിരുവചന സത്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പാഠം പഠിക്കുവാൻ ഒരുക്കപ്പെട്ട എല്ലാവർക്കായിട്ടും നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ ദിവസവും എല്ലാ നേരവും അങ്ങയിൽ ശരണപ്പെടുവാൻ അടിയങ്ങളെ ഒരുക്കി സഹായിക്കണം. വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.